ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാ സ്മോൾ ലെറ്റർ ഡി എഴുതാന്നാണ്. സ്മോൾ ലെറ്റർ ഡി ഇതെന്താ? ഇത് ഏത് ലെറ്ററാ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ക്യാപിറ്റൽ ലെറ്റർ ഡി. അൻവിത കുട്ടി കാണിച്ച മിസ്സിനെ ക്യാപിറ്റൽ ലെറ്റർ ഡി കാണിച്ചേ. വെരി ഗുഡ്. ആഹാ, എഴുതാൻ പഠിച്ചല്ലേ? നെക്സ്റ്റ് സ്മോൾ ലെറ്റർ ഡി. എങ്ങനെയാ സ്മോൾ ലെറ്റർ ഡി എഴുതാൻ നമുക്ക് ഇടാശ സ്മോൾ ലെറ്റർ ഡി എഴുതാൻ നമ്മൾ എന്ത് വേണമെന്നറിയോ? ആദ്യം ഇങ്ങനെ റൗണ്ടില് സി, നമ്മുടെ സി ഇല്ലേ? സി എഴുതിയേ. സി എഴുതിയ നോക്കട്ടെ. സി മറന്നുപോയ നോക്കട്ടെ മക്കള്. സി പോലെ എഴുതുക. എന്നിട്ടോ ഇവിടെ മുട്ടിച്ചൊരു വര. ഡി. ഡി, സ്മോൾ ലെറ്റർ ഡി. എ ബി സി ഡി. എ ബി സി ഡി. നെക്സ്റ്റ് എന്താ? സ്മോൾ ലെറ്റേഴ്സ്. എ ബി സി ഡി. പഠിച്ചോ? എഴുതി നോക്കിയേ. ഡി മിസ്സിനെ എഴുതി കാണിച്ചേ. ആർക്കൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ മിസ്. എന്ത് പറ്റി ഹെയിൽജോ ഫെലിക്സിന്? എന്റെ മോൻ മടിയില്ലാത്ത മോനായിരുന്നല്ലോ. നല്ല മോനായിട്ട് എഴുതിയ. ആരും എഴുതിപ്പിക്കണ്ട, അവൻ നന്നായിട്ട് എഴുതും. സ്മോൾ ലെറ്റർ ഡി പറഞ്ഞോണ്ട് എഴുതാനേ. ഡി. ആദ്യം ഒരു വട്ടം വരച്ചേ. ഇങ്ങനെ വട്ടം വരച്ചിട്ട് മോളിലേക്ക്, എന്നിട്ട് ഇവിടെ ഒരു കുനിപ്പ്. കണ്ട? ഡി. തനൂസിന്റെ മിസ്സിന് കാണുന്നില്ലല്ലോ, വലുതായിട്ട് എഴുതിയ മോനെ. സ്മോൾ ലെറ്റർ ഡി. വെരി ഗുഡ്. അൻവിത കുട്ടീന്റെ മിസ് കണ്ടിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ഡി. നമ്മുടെ റൈം എങ്ങനെയായിരുന്നു? റൈം നിഡാശ ഒന്ന് ചൊല്ലിയേ. നിഡാശ കുട്ടി എ ഫോർ ആപ്പിൾ പാടിയേ. A for apple. A for and and A for B for ball. D for ball. B for stand up നിഡാശ കുട്ടി. stand up. You stand up. D for ball and D for stand up. All of you stand up. All of you stand up. Fatima Siddiq stand up. Hailja Felix stand up. All of you stand up. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. stand up. stand up. Hands up. Hands up means what? Hands up. Hands up. Hands down. Hands down താഴെ ഷാനി. Hands up. hands up again. Hands down. Once more. ഒന്നുകൂടി. Hands up. Fatima Mehrin stand up. Hands up. All of you hands up. Hands up. Hands down. Hands up. Aditri hands up. Muhammad Rahman stand up. Abel Gio stand up. Hands down. Nitasha hands up. Hands up. എണീറ്റിട്ട് മോളെ, എന്റെ മോക്ക് ഉറക്കം വരുന്നില്ലേ? Hands up. Hands down. Sit down. Sit down. Stand up. Stand up. Okay, sit down. Sit down, Nidasha. നല്ല മോളല്ലേ എണീറ്റ്. Stand up.
All of you stand up. Shani, stand up. Sit down. Sit down. ഉഷാറായില്ല എല്ലാവരും? സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എണീറ്റ് നിൽക്കാനാണ് അല്ലേ? സിറ്റ് ഡൗൺ ഇരിക്കാനാണ്. പിന്നെന്താ നമ്മൾ ഇന്ന് പഠിച്ചത്? ഏബിൾസിന്റെ ഹാൻഡ്സ് അപ്പ്, then hands down. ഹാൻഡ്സ് അപ്പ് പറയുമ്പോ കൈ പൊക്കുക, ഹാൻഡ്സ് ഡൗൺ കൈ താക്കുക. ഓക്കെ, പഠിച്ചില്ലേ? ഇനി വേഗം ഡി എഴുതിയേ. സ്മോൾ ലെറ്റർ ഡി. സ്മോൾ ലെറ്റർ ഡി സ്പീഡിൽ എഴുതിയുണ്ട് മക്കള്. സ്മോൾ ലെറ്റർ ഡി. ആദ്യം ഒരു വട്ടം വരയ്ക്കുക, എന്നിട്ടിങ്ങനെ പൊക്കി താഴേക്ക്. ഡി, സ്മോൾ ലെറ്റർ ഡി. ആ മിസ് കണ്ടു ഷാനി, മിസ് കണ്ടിട്ടുണ്ടേ. സൂപ്പറാണ് കേട്ടാ, നല്ല മോളാണ്. തനൂസ് കാണിച്ചേ. ഹെയിൽ ജോ മിസ് കണ്ടിട്ടുണ്ട്. സിയ ഫാത്തിമ, ഏബൽ ജി, ഉമർ ജാഫർ, ആദിശ്രീ, എല്ലാരും ഒന്ന് കാണിച്ചേ. മുഹമ്മദ് റഫാൻ, ഷോമിയോ സ്ലേറ്റ്, സ്ലേറ്റ് കാണിച്ചേ. അൻവിത കുട്ടിന്റെ കണ്ടിട്ടുണ്ട് മിസ്. ഇതെന്താ ഇപ്പൊ എഴുതിയ ലെറ്റർ? ഏതാ? ഡി ആണല്ലേ? സ്മോൾ ലെറ്റർ ഡി ആണ് ഇഷാനി. ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും, മഴയല്ലേ അല്ലേ? A for apple, A for ant, B for bat and B for ball, C for cat and C for cap, D for dog and D for dots. പഠിച്ചോ? എന്റെ കൂടെ പാടിയേ. A for apple. മിസ് അൺമ്യൂട്ട് ചെയ്യ എല്ലാവരെയും. എന്റെ കൂടെ പാടണേ, വേറെ ഒരു സൗണ്ടും പാടില്ല. ഓക്കെ, A for apple. Sing with me. എന്റെ കൂടെ പാടിയേ. A for apple. A for ant. എല്ലാവരും ഒന്ന് മ്യൂട്ട് ഓൺ ആക്കണം, അൺമ്യൂട്ട് ചെയ്യണേ. A for apple and A for ant. ആദിശ്രീ കുട്ടി ഒന്ന് മ്യൂട്ട് ഓൺ ആക്കിയേ. For apple. A for apple. B for bat and B for ball. B for bat. B for ball. അൻവിത കുട്ടി അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ എന്നോട്. എന്നിട്ട് എല്ലാവരും പാടിയ മിസ്സിന്റെ കൂടെ. A Ready, 1, 2, 3, start. A for apple. ആരോട് വർത്താനം പറയില്ല മക്കളെ, എന്നെ കൂടെ പാട്. A for apple, A for ant. ഇങ്ങോട്ട് അമ്മ എടുക്കാന്ന്. B for bat and B for ball. B for bat and B for ball. Okay. Next one is C അല്ലേ? Next letter ഏതാണ്? C ആണല്ലേ? C for cat and C for cap. C for cat and C for cap. Cap എന്താ? തൊപ്പിയാണ്. Cap. Cap തൊപ്പി. Cat എന്താ? Meow. പൂച്ച. Do you like cats? Cats നെ ഇഷ്ടമാണ് നിങ്ങൾക്ക്? അതാരാ പറഞ്ഞേ? മിസ് കേട്ടില്ലല്ലോ. ആരാ പറഞ്ഞിപ്പോ എന്റെ വീട്ടില് ക്യാറ്റ് ഉണ്ടെന്ന്? എന്റെ വീട്ടിലുണ്ടാ? പിന്നെ ആരുടെ വീട്ടിലെ ക്യാറ്റ് ഉള്ളത്?
സിയ ഫാത്തിമയുടെ വീട്ടില് ക്യാറ്റ് ഉണ്ടാ? ആഹാ. എന്റെ വീട്ടിൽ ക്യാറ്റുണ്ട്. എന്റെ അത് ആരാണ് പറയുന്നത്? പറയുന്ന ആളുടെ പേര് പറഞ്ഞ മിസ്സിനോട്. നിദാശയാണ് പറയുന്നത്. നിദാശന്റെ വീട്ടിലുണ്ടാ ക്യാറ്റ്? അതെ. ഒരു ക്യാറ്റിന്റെ മിസ്സിന് തരുവോ? ഒരു ക്യാറ്റിന്റെ മിസ്സിന് തരുവോ? എന്താ ക്യാറ്റിന്റെ പേര്? കിട്ടുവാ. ആഹാ, സൂപ്പർ പേരാണല്ലോ. എത്ര പേർക്ക് ക്യാപ്പ് ഉണ്ട്? ക്യാപ്പ്. ഹൗ മെനി ഓഫ് യു ഹാവ് ക്യാപ്സ്? എത്ര പേർക്ക് ക്യാപ്പ് ഉണ്ട്? തനൂസിന് ക്യാപ്പ് ഉണ്ട്, അൻവിതക്ക് ക്യാപ്പ് ഉണ്ട്, ഉമർ ജാഫറിന് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. ക്യാപ്പ് ഇഷ്ടമാണ് നിങ്ങൾക്ക്? ക്യാപ്പ് ഫാത്തിമ വേറെ ക്യാപ്പ് ഉണ്ട് അല്ലേ? എന്താ ക്യാപ്പിന്റെ കളറ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ മിസ്സിനോട്. എന്താ ക്യാപ്പിന്റെ കളറ്? പിങ്ക്. പിങ്ക് ആണോ? ഇഷാനി, do you have caps? ക്യാപ്പ് ഉണ്ടോ മോളെ? ഉണ്ടല്ലേ, വെരി ഗുഡ്. ക്യാപ്പ് ഇല്ലേ? അച്ഛനോട് പറയണേ ക്യാപ്പ് വാങ്ങിത്തരാൻ. ഓക്കെ. C for cat and C for cap. Next one. D for dog. Dog എന്താ? പട്ടിയാണ്, ബൗബോ അല്ലേ? ഡോഗ് എന്താണ്? പട്ടി, ബൗബോ. എത്ര പേരുടെ വീട്ടിലുണ്ട് ഡോഗ്? എത്ര പേരുടെ വീട്ടിലുണ്ട്? ആരുടെ വീട്ടിൽ ഡോഗ് ഇല്ല? മുഹമ്മദ് റഫാന്റെ വീട്ടിലുണ്ടല്ലോ, ഉണ്ടോ? ഇല്ല. ആഹാ. പിന്നെന്താ? D for dog and D for dogs. ഒന്നുകൂടി മിസ് പാടാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മിസ് എല്ലാവരെയും പാടിപ്പിക്കുക. അൻവിത കുട്ടി ഇവിടെ ശ്രദ്ധിക്കണേ. A for apple and A for ant. B for bat and B for ball. C for cat and C for cap. D for dog and D for dogs. Okay. ഇനി നിങ്ങൾ വേഗം എഴുതിയ D, സ്മോൾ ലെറ്റർ D എഴുതിയേ. സ്മോൾ ലെറ്റർ D. സ്ലേറ്റ് നിറയെ എഴുതിയേ സ്മോൾ ലെറ്റർ D. D. ആദ്യം ഒരു വട്ടം പോലെ വന്നിട്ട് മുകളിലേക്ക് ഒരു വര, സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് അടിയിൽ ഒരു കുനിപ്പ്, ഇങ്ങനെ കണ്ട? എഴുതിയേ. സ്ലേറ്റ് നിറയെ എഴുതിയേ. നോക്കട്ടെ ആരാദ്യം കഴിയുന്നേന്ന്. അവരാണ് ഇന്നത്തെ ഗുഡ് ഗേൾ. നോക്കട്ടെ, ഞാൻ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയല്ലോ ആരാണ് ഗുഡ് ഗേൾ അല്ലെ ഗുഡ് ബോയ് എന്ന്. നല്ല മക്കൾ ആരാന്ന് ഞാൻ പറയുമല്ലോ. സ്പീഡിൽ എഴുതണേ, സ്പീഡിൽ എഴുത. നോക്കട്ടെ ആരാ ഫസ്റ്റ് എന്ന്. സ്മോൾ ലെറ്റർ D. ഹെയിൽജോൺ ഫസ്റ്റ് ആവാ. സ്പീഡിൽ എഴുതിയേ. റഫാൻ, where is the slate? എന്റെ മോന്റെ സ്ലേറ്റ് എവിടെ? വേഗം എഴുതിയേ. സ്പീഡിൽ നിറയെ എഴുതണം, നിറയെ. കഴിഞ്ഞില്ല, രണ്ട് സൈഡും എഴുതണം D. രണ്ട് സൈഡിലും എഴുതണം D. എന്നാ മാത്രമേ ഗുഡ് ഗേൾ അല്ലെ ഗുഡ് ബോയ് ആവുള്ളൂ. നോക്കട്ടെ, ഹെയിൽജോന്റെ കൂടെ ഹെയിൽജോന്റെ ചേച്ചിയും പഠിക്കുന്നുണ്ടോ? ചേച്ചി കുട്ടിയും പഠിക്കുന്നുണ്ടോ? ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, വേഗം എഴുതിക്കോ. നോക്കട്ടെ. ലുബാബ, വെരി ഗുഡ്. നെക്സ്റ്റ് സൈഡിൽ എഴുതിയേ. തനൂസ് മിസ് കാണുന്നുണ്ട്. ഇനി എഴുതിയേ D. D കാണിച്ചേ. This is small letter D. A, B, C, D.
A, B. Very good, Ishani. Ishani നല്ല സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇഷാനി എന്നല്ലേ എഴുതിയത് അല്ലേ? ഇഷാനി തന്നെയാണ് എഴുതിയത്. Say yes or no. അമ്മയാണ് എഴുതിയത്. അടുത്തിരിക്കുന്നത് ആരാ? എന്റെ മോളുടെ കൂടെ ഇരിക്കുന്നത് ആരാ? നോക്കട്ടെ. ആരാ അടുത്തിരിക്കുന്നത് എന്റെ മോളുടെ? അമ്മമ്മയാണ്. അമ്മ എവിടെ? അമ്മ ജോലിക്ക് പോയി. അതെയാ? അമ്മമ്മയാണ് ഞാനാ എപ്പോഴും ഇരിക്കുന്നേ. ഞാനാ എപ്പോഴും ഇരിക്കുന്നേ. അതെ അല്ലേ? ആ കാണുന്നുണ്ട് ഞാൻ. അവക്കൊരു ജോലിയുണ്ട്. അതെ അല്ലേ? എവിടെയായിരുന്നു? വയക്കര ഒരു സുസ്കിയുടെ ഓഫീസില്. ഓക്കെ. ഇവിടെ വീട് വയക്കര. അതെ അല്ലേ? ഓക്കെ, എഴുതിയ മോളി ഷാനി. അമ്മമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ എഴുതിയേ. മിടുക്കി വെച്ച് എഴുതിയേ. രണ്ട് സൈഡിലും സ്ലേറ്റിന്റെ രണ്ട് സൈഡും മിസ്സിലെ കാണിച്ചു തരണം. ഓക്കെ, അൻവിത കുട്ടി കണ്ടു. നെക്സ്റ്റ് സൈഡ് കാണിച്ചേ. ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചേ. സ്ലേറ്റിന്റെ മറുഭാഗം കാണിച്ചേ. വെരി ഗുഡ്. ഗുഡ് ഗേൾ. സിയ ഫാത്തിമ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ച സ്ലേറ്റിന്റെ. വെരി ഗുഡ്. ഗുഡ് ഗേൾ. ഹെൽജ മിസ് കാണുന്നത് ഗുഡ് ബോയ് ആണ്. ഫാത്തിമ സിദ്ദിഖ് ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചേ. ആഹാ, സൂപ്പർ. ഗുഡ് ഗേൾ. താനൂസ് മിസ് കാണുന്നുണ്ടേ. ലിബാബ കുട്ടീന്റെ കാണുന്നുണ്ട്. എല്ലാവരും നല്ല മക്കളാണല്ലേ? ഷാനി നിറയെ എഴുതിയ സ്ലേറ്റിന്റെ പുറകില്. അവിടെ നിറയെ എഴുതിയേ. ഡി. വേഗം എഴുത. എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? A, B, C, D. D ആണ് ഇപ്പൊ നമ്മൾ എഴുതുന്നത്. സ്മോൾ ലെറ്റർ D ആണ് എഴുതുന്നത്. ഇനി എല്ലാവരും സ്ലേറ്റ് ഒന്ന് മായ്ച്ചേ. സ്ലേറ്റ് ക്ലീൻ ചെയ്തേ. വേഗം നന്നായിട്ട് മായ്ച്ചേ. നോക്കട്ടെ. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ആർക്കാണ് കേൾക്കാത്തത്? കേൾക്കുന്നില്ല മിസ്സേ. ആരിക്കൽ കേൾക്കാത്തത് മുത്തേ? പേര് പറഞ്ഞേ. ഒന്നും കേൾക്കുന്നില്ല. ഫാത്തിമ മെഹറിന് കേൾക്കുന്നില്ലേ? ഇല്ല. പിന്നെങ്ങനെ ഇല്ലാന്ന് പറഞ്ഞത്? കേൾക്കുന്നില്ല. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. മിസ്സിന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ മോള് പറയുന്നതെല്ലാം. ചിരി നോക്ക്. സ്ലൈറ്റ് ക്ലീൻ ചെയ്യാൻ സ്ലൈറ്റ് മായ്ച്ചേ. രണ്ട് സ്ലൈഡ് മായ്ച്ചേ. ഏബിൾ ജിയോ ഹായ്. എന്റെ കുട്ടി എന്തൊന്നും മിണ്ടാത്തത്? ഏബിൾ ജിയോ ഹായ്. Where is the slate? Show me your slate. ക്ലീൻ ചെയ്ത് എല്ലാവരും. ഇനി നമ്മൾ എന്താ എഴുതാൻ പോകുന്ന അറിയോ? ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ ഡി. അമ്മേന്റെ സഹായമില്ല, അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ ഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ ഡി. റൈറ്റ്. ക്യാപിറ്റൽ ലെറ്റർ ഡി. എഴുതിയ മോനെ. ക്യാപിറ്റൽ ലെറ്റർ ഡി. നിറയെ എഴുതിയ സ്ലേറ്റ് നിറയെ. പാരന്റ്സ് ഹെൽപ്പ് ചെയ്യാതെ എഴുതിയേ തനിയെ. ABCD പഠിച്ചിട്ട് വേണം നമുക്ക് വേറെ എന്തൊക്കെ പഠിക്കാൻ. വലിയതാവേണ്ടി നമുക്ക്. ക്യാപിറ്റൽ ലെറ്റർ ഡി നിറയെ എഴുതണേ. അമ്മേനോട് ചോദിക്കാതെ എഴുതണേ.
Capital letter D. നല്ല മക്കളാണ് ട്രൂ ലൈറ്റിലെ മക്കള്. എല്ലാം എഴുതും, വേഗം പഠിക്കുന്ന മക്കളാണ്. എബിൾസിന്റെ എഴുതി കാണിച്ചേ, പൊന്നു മക്കളാണ്. ഫാത്തിമ മെഹറിൻ എഴുതിയ വേഗം, സ്പീഡിൽ എഴുതിയ ക്യാപിറ്റൽ ലെറ്റർ ഡി. ലുബാബ വെരി ഗുഡ്. ഹെൽജ ഫെലിക്സ് സൂപ്പർ. ലുബാബ നല്ല മോളാണ്, സുന്ദരി മോളാണ് കേട്ടാ. ആ ഫാത്തിമ സിദ്ദീഖ് മിസ് കണ്ടിട്ടുണ്ട്. റഫാൻ അത് എ അല്ലേ മോനെ? എ അല്ല ഡി എഴുതി. ഡി ഡി ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതിയേ. എന്താണ് ഹേൽജോ? എന്താണ് എന്റെ മുത്തിന് സങ്കടം? എന്റെ മോനെ നിനക്ക് അറിയുന്നത്? അയ്യയ്യേ, എല്ലാരും കാണുന്നുണ്ടേ. നോക്കി ഇങ്ങ് നോക്കിയ മിസ്സിനെ. ഹെൽജോ കരയാതെ എഴുതിയ മോനെ. ഡി വെരി ഗുഡ്. കാണുന്നുണ്ട് മിസ്റ്റർ ഫാത്തിമ. ഡി ഏബൽ ജിയോ മിസ് കണ്ടിട്ടുണ്ട്. അൻവിര കുട്ടി കണ്ടിട്ടുണ്ട്. റഫാൻ കാണിച്ചേ മിസ്സിനെ. റഫാൻ എഴുതിയത് കാണിച്ചേ ഡി. ആ ഓക്കെ, നിറയെ എഴുതിയേ. നിറയെ എഴുതിയ ഡി. ഓക്കെ, കണ്ടിട്ടുണ്ട് മിസ്. നല്ല മക്കളാണ്. ഇനി നെക്സ്റ്റ് സൈഡിൽ സ്മോൾ ലെറ്റർ ഡി ഒന്നുകൂടി എഴുതിയേ. സ്മോൾ ലെറ്റർ ഡി. നെക്സ്റ്റ് സൈഡിൽ സ്മോൾ ലെറ്റർ ഡി. ഇന്ന് പഠിച്ചത് എഴുതിയേ. സ്മോൾ ലെറ്റർ ഡി എഴുതി കാണിച്ചേ മിസ്സിനെ. സ്മോൾ ലെറ്റർ ഡി. നിറയെ എഴുതണം. സ്ലൈറ്റ് നിറയെ സ്മോൾ ലെറ്റർ ഡി എഴുതിയേ. ഹെൽജ ഫെലിക്സ് നല്ല മോനാണ്, കണ്ടോ? അവൻ വേഗം എഴുതിയത്. എഴുതിയേ. ഷാനി സ്മോൾ ലെറ്റർ ഡി എഴുതിയേ. ആദിശ്രീ എഴുതുന്നുണ്ടോ? ആദിശ്രീ ഉമറിന് ഉറക്കം വരുന്നുണ്ടോ? ഉമർ വേഗം എഴുതിയേ. സ്പീഡിൽ എഴുതിയേ. അൻവിതക്കുട്ടി മിസ് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് എഴുതാൻ പഠിക്കണേ. സ്ലൈറ്റ് നിറയെ എഴുതി പഠിക്കണം കേട്ടോ. ഇന്ന് വൈകുന്നേരം വരെ കുറച്ച് സമയം എഴുതി പഠിച്ചാൽ മതി എന്റെ മക്കള്. ബാക്കി സമയം കളിച്ചോ. അമ്മേനോട് പറയണം എനിക്ക് ABCD പഠിക്കണം എന്ന്. അല്ലേ ഫാത്തിമ? ഫാത്തിമ മെഹറിൻ കേൾക്കുന്നുണ്ടോ? Can you hear me? Okay, very good. ഇനി ഒന്ന് എഴുതി നിർത്തി എല്ലാവരും. എഴുതുന്നത് നിർത്തി എല്ലാവരും.
എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. മിസ്സിന് തന്നെ സങ്കടമാണ്. ഇന്ന് മക്കൾ എത്ര കഷ്ടപ്പെടുത്തിയിരിക്കുന്നതല്ലേ. വേഗം നിർത്താം ക്ലാസ് ഒന്നും കൂടി ഇത് പഠിച്ചിട്ട് അല്ലേ. നോക്കിക്കോ. This is capital letter D. ഇതെന്താണ്? Capital letter D ആണല്ലേ. And this one is small letter D. Small letter D. ചെറുതാണല്ലേ. This one is capital letter D and this is small letter D. Capital letter D. ഇപ്പൊ നമ്മൾ എഴുതിയതാണല്ലേ. And this one is small letter D. What is this? ഇതെന്താ? This is എങ്ങനെ പറയണ്ടേ? ഡോഗ് എന്ന് മാത്രല്ല പറയേണ്ടത്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ. This is dog. This is dog. This is dog. എങ്ങനെ പറയാ? ഡോഗ് എന്ന് മാത്രല്ല പറയാ. നമ്മൾ പറയാ this is dog. This is dog. Okay. And this one is deer. This is deer. പറഞ്ഞു നോക്കിയേ. This is deer. This is deer. And third one. This is doll. This is doll. This is dog. അങ്ങനെ doll, deer മാത്രം പറയരുത്. എങ്ങനെയാ പറയാ? This is dog. This is dog. And this is deer. This is deer. And last one, this is doll. This is doll. മക്കൾക്ക് അറിയാല്ലേ പറയാൻ അല്ലേ? അപ്പൊ നാളെ വരുമ്പോ എന്താ ഹോംവർക്ക് വേണ്ടത്? ഹോംവർക്ക് വേണോ? ഹോംവർക്ക് ഇഷ്ടാണോ ചെയ്യാൻ? ഹോംവർക്ക് ഇഷ്ടാണെങ്കിൽ തമ്പ് കാണിച്ചേ. ഇങ്ങനെ കാണിച്ചേ മിസ്സിനെ. ഹോംവർക്ക് ഇഷ്ടാണെങ്കിൽ. ഇഷ്ടാണല്ലേ? മടിയുണ്ടോ എന്റെ മക്കൾക്ക് എഴുതാൻ? മടിയുണ്ടോ? ഇല്ല. Then all stand up. All stand up. All stand up. Rajeshri, Tanus, all stand up. All stand up പറഞ്ഞ എല്ലാവരും എഴുന്നേൽക്കണം. All stand up. All stand up. Rajeshri has some race problems. Okay, all stand up. അൻവിതൊക്കെ ഷാളൊക്കെ ഉണ്ടല്ലോ. എല്ലി കുട്ടിയാണല്ലേ ഷാളൊക്കെ ഇട്ടിട്ട്. All stand up. Fatima Mehrin, stand up. Hands up അല്ല, stand up. Stand up. Then hands up. Hands up. Hands up. Adishri, hands up. Anvita Kuti, stand up. First you have to stand up. Then hands up. Hands up. Hands down. Hands down. Hands up. Hands down. Sit down. Sit down. Sit down. Anvida, sit down. Shala kittikku irikku avಳು. Sundari. Stand up. Stand up. All stand up. Sit down. Sit down. Okay, homework എന്താണെന്ന് അറിയോ? Page number 13. Page number 13. Capital letter D and small letter d. You have to write capital letter D and small letter d in your textbook. For next class. Next class il varumbo capital letter D എഴുതാ, small letter d എഴുതി. അതാണ് നിങ്ങളുടെ homework. Okay? Clear ആയില്ലേ എല്ലാവർക്കും? മടിയില്ലാതെ ഉറക്കമൊക്കെ കളഞ്ഞ് മുഖമൊക്കെ കഴുകി പറ്റുമെങ്കിൽ രാവിലത്തെ ക്ലാസ്സിന് കുളിച്ചിട്ടിരിക്കാം. ഓക്കെ? ചായയൊക്കെ കുടിച്ചിട്ട് വേണം എന്റെ മക്കൾ ഇരിക്കാൻ. ഓക്കെ? ബൈ ബൈ. See you in the next class. Bye. You're welcome. Thank you പറയാൻ പഠിച്ചല്ലേ എല്ലാവരും? എന്റെ മക്കളാണ് കേട്ടോ മിസ്സിന്റെ. കളിച്ചോ പോയി എന്റെ മക്കള് കുറച്ച് സമയം. എന്നിട്ട്
എന്നിട്ട് പഠിച്ചാൽ മതിയേ. ഓക്കെ ബൈ. Bye.